GSTR 3Bയിൽ വരാൻ പോകുന്ന ചില മാറ്റങ്ങളെ പറ്റി ഒരു അഡ്വൈസറി GSTN ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മാറ്റങ്ങൾ ജനുവരി 2026 റിട്ടേൺ പീരീഡ് മുതലാണ് ആപ്ലിക്കബിൾ ആവുന്നത്. ഒന്നാമത്തെ ചേഞ്ച് അപ്ഡേറ്റ് ഇൻ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഫോർ GSTR 3B. അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, അതായത് ടേബിൾ 5.1 ഓഫ് GSTR 3B. ഇതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ലേറ്റ് ഫീ കോളം. ഇതിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്. ആ കാൽക്കുലേഷന്റെ ഫോർമുല ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റിവൈസ്ഡ് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഫോർമുല ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് ടാക്സ് ലയബിലിറ്റി മൈനസ് മിനിമം ക്യാഷ് ബാലൻസ് ഇൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഫ്രം ഡ്യൂ ഡേറ്റ് ടു ഡേറ്റ് ഓഫ് ഡെബിറ്റ്. നെറ്റ് ടാക്സ് ലയബിലിറ്റി എന്ന് വെച്ചാൽ ഗ്രോസ് GST ലയബിലിറ്റി മൈനസ് ITC. ആ പീരീഡിലെ ITC ക്ലെയിം ചെയ്തത് നെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എമൗണ്ട് ആണ് നെറ്റ് ടാക്സ് ലയബിലിറ്റി മൈനസ് മിനിമം ക്യാഷ് ബാലൻസ് ഇൻ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഫ്രം ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റ് എന്ന് വെച്ചാൽ GSTR 3B ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ് ടു ഡേറ്റ് ഓഫ് ഡെബിറ്റ് എന്ന് വെച്ചാൽ ഡ്യൂ ഡേറ്റ് GSTR 3B ഫയൽ ചെയ്ത ഡേറ്റ്. ആ പീരീഡിലെ മിനിമം ക്യാഷ് ബാലൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഡിലേഡ്, അതായത് ഡ്യൂ ഡേറ്റ് മൈനസ് ഡേറ്റ് ഓഫ് ഫയലിംഗ് GSTR 3B ഡിവൈഡഡ് ബൈ 365 ഇൻറ്റു അപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ ഡിലേഡ് പേയ്മെന്റ് ഓഫ് GST, അതിന് 18% ഇൻട്രസ്റ്റ്. റോങ്ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ITC, അതിന് 24% ഇൻട്രസ്റ്റ് റേറ്റ്. അതിൽ ഏതാണ് അപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ അതാണ് ഇതിൽ വരുന്നത്. ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്വേർഡ് റിവിഷൻ നടത്താൻ പറ്റും. അതായത് നമുക്ക് അഡീഷണൽ ഇൻട്രസ്റ്റ് ലയബിലിറ്റി നമുക്ക് അഡീഷണൽ ആയിട്ട് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം കമ്പ്യൂട്ടഡ് ഇൻട്രസ്റ്റ് എഡിറ്റ് ചെയ്ത് കൂടുതൽ വാല്യൂ നമുക്ക് ഇത് കാണിച്ച് GSTR 3B ഫയൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഡൗൺവേർഡ് റിവിഷൻ അത് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം കമ്പ്യൂട്ടഡ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അത് മിനിമം ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ അടയ്ക്കേണ്ട മിനിമം ഇൻട്രസ്റ്റ് ആണ് അത്. അതിൽ നിന്ന് താഴേക്ക് റിവിഷൻ നടത്താൻ സിസ്റ്റം അത് അലൗ ചെയ്യില്ല. പിന്നെ വരുന്ന കാര്യം ഓട്ടോ പോപ്പുലേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പ് ഇൻ GSTR 3B. ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പ് ടേബിൾ, അത് ഇവിടെ വരുന്നത് ടേബിൾ 6 പേയ്മെന്റ് ഓഫ് ടാക്സിലാണ് ഈ ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പ് വരുന്നത്. ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പ് അതിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് പ്രീവിയസ് ടാക്സ് പീരീഡിലെ ഏതെങ്കിലും ഇൻവോയ്സ് GSTR 1-ലോ 1A-ലോ അല്ലെങ്കിൽ IFF-ലോ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം GSTR 3B ഫയൽ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് അതിൽ ഈ ടാക്സ് ലയബിലിറ്റി ബ്രേക്കപ്പ് ടേബിളിൽ വരുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ ജനുവരി 2026 ടാക്സ് പീരീഡിലെ GSTR 1 ഫയൽ ചെയ്യുമ്പോൾ ഡിസംബർ 2025 ടാക്സ് പീരീഡിൽ ഏതെങ്കിലും ഒരു ഇൻവോയ്സ് അപ്ലോഡ് ചെയ്ത് ഫയൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഡിസംബർ 2025 ടാക്സ് പീരീഡിലെ ടാക്സ് ലയബിലിറ്റി അതിന്റെ ബ്രേക്കപ്പ് സെപ്പറേറ്റ് ആയിട്ട് GSTR 3B ടേബിൾ നമ്പർ 6-ൽ വരുന്നതാണ്. അതുപോലെ തന്നെ ജനുവരി 2026 ടാക്സ് പീരീഡിലെ ബ്രേക്കപ്പ് ടേബിൾ 6-ൽ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ഇതൊക്കെ ജനുവരി 2026 ടാക്സ് പീരീഡിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു അപ്ഡേറ്റ് വരുന്നത് ക്രോസ് യൂട്ടിലൈസേഷൻ ഓഫ് ITC IGST ലയബിലിറ്റി. അത് നമുക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് വരുന്നത് IGST ഇൻപുട്ട് ക്രെഡിറ്റ് ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഫിഗർ എത്രയാണെന്ന് വെച്ചാൽ അത് ഒന്നുകിൽ CGST അല്ലെങ്കിൽ SGST ITCയുമായിട്ട് ഏത് ഓർഡറിൽ വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറെ കാര്യം വരുന്നത് ഡിലേഡ് കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ GSTR 10 ഫോർ ഡിലേഡ് ഫയലിംഗ് ഓഫ് ലാസ്റ്റ് ആപ്ലിക്കബിൾ GSTR 3B. GST രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് പോയിട്ടുള്ള ടാക്സ് പേയേഴ്സ് അവര് GSTR 3B ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ GSTR 3B ഡിലേ ചെയ്ത് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ
അങ്ങനെ വന്നു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ GSR 10, അതായത് GSR 3B എത്രയാണ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി എന്ന് വെച്ചാൽ ആ ഇൻട്രസ്റ്റ് ലയബിലിറ്റി GSR 10, അതായത് ഫൈനൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ഇൻട്രസ്റ്റ് കൂടി GSR 10 വരുന്നതാണ്. അതുകൂടി നമ്മൾ അടച്ചെങ്കിൽ മാത്രമേ GSR 10 ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.